എന്തോന്നും കാണിക്കണേ അവളുടെ ഒരു സാരി എന്താ ഒരു മാനം ചോദിക്കാനോ ഓരോ കാര്യം ചെയ്യണേ. അതമ്മ ഗ്ലാസ്സിൽ നേരെ പിടിക്കാത്തോണ്ടല്ലേ. ഓ അവളുടെ ഓരോ ന്യായം. നീ വേറെ ചായ എടുത്തിട്ട് അടി. അത്രയും ചീത്തയായിരിക്കും. അമ്മ ഇതാണ് ഞാൻ പറഞ്ഞത്, കാറ്ററാക്ടിന്റെ സർജറി ചെയ്യാൻ. ഇനിയും അച്ചോട്ട് കൂടുതൽ വഷളാവുള്ളേ. എന്നിട്ട് വേണം എന്റെ കണ്ണ് പൊട്ടിച്ചിട്ട് എന്നെ ഒരു മൂലയ്ക്ക് ഇരുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കാലോ. അമ്മ ഈ വയസ്സാം കാലത്ത് കണ്ണും കണ്ടോടാ ഇതിലൊക്കെ വലിഞ്ഞേറാൻ പോയതിന് എന്തോ ചേട്ടാ എന്നെ സഹായിക്കാൻ വന്നിരിക്കണേ. നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ ബാഗ് എടുത്തു തരാൻ. ഇപ്പൊ ഞാൻ വീണപ്പോ സമാനായല്ല. അമ്മ ഇത് പറഞ്ഞിട്ട് 10 മിനിറ്റ് അല്ലേ ആയുള്ളൂ. ഞാൻ തുണി വരിച്ചിട്ട് വന്ന് എടുത്തു തരാന്നല്ലേ പറഞ്ഞേ. ഓ നിന്റെ സൗകര്യത്തിന് ഞാൻ നിക്കാം. മരിക്കാൻ കിടക്കുമ്പോ വെള്ളം ചോദിച്ച 16 തന്ന വർഗങ്ങള് ഒന്ന് അമർത്തി തടവ് വെച്ചേ. എനിക്ക് വേദനിക്കൊന്നുമില്ല. ഓ എന്നെ കൊല്ലു മതി. അമ്മയല്ലേ അമ്മ അമർത്തി തടവാൻ പറഞ്ഞത്. എന്തും പറഞ്ഞ് നീ തടവിയൊക്കെ മതി. ഇനി കുളിക്കാൻ ചൂടുവെള്ളം എടുത്തു പോയി. ഇപ്പൊ ചേട്ടൻ വിളിച്ചിരുന്നു അമ്മ വീണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓഹ് അതൊന്നും പറയണ്ട. അതെങ്ങനെയൊക്കെയോ പോയി. അവിടെ മറ്റൊക്കെ എന്തോന്ന് പണി? ഒരു ജോലി ഇല്ലാതെ നിൽക്കുവല്ലേ, എന്നിട്ട് അമ്മയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണ. ഇവിടെ ഉള്ള ഒന്നിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. എല്ലാം അവരുടെ സൗകര്യത്തിലല്ലേ ചെയ്തു തരുള്ളൂ. ഇതാണ് ചേട്ടാ അമ്മയെ പൊന്നുപോലെ നോക്കൂന്ന് പറഞ്ഞത്. ഇതിനെക്കാളും നന്നായിട്ട് ഞാൻ എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കൂലായിരുന്നാ. എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾ അമ്മയ്ക്ക് വരുത്തിയിട്ടുണ്ടോ? നന്നായിട്ട് തന്നെയല്ലേ നോക്കണത്. എന്താ നോക്കണമെന്ന്? നിന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിന് 3 നേരം ഉണ്ടാക്കി തരണതാണോ നിന്റെ നോക്കല്? അമ്മ എന്നെ ഇത് പറയണം. അമ്മയെ നോക്കാൻ വേണ്ടി മാത്രം ജോലി റിസൈൻ ചെയ്തോളാണ്. ഓ നിന്റെ ഭാര്യയെ ജോലി ചെയ്ത് പിരിച്ചു വിട്ട് അവൾ ഇവിടെ ചൊറിയും കുത്തി ഇരിക്കണതും കൂടി എന്റെ തലയിലിട്. അമ്മയടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇനി നിന്റെ ഔദാര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കണില്ല. എനിക്ക് വേറെ 2 മക്കളുണ്ട്. ഞാൻ അവിടെ പോയിക്കോളാം. നിന്റെ കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. എടി ഇതിപ്പോ അമ്മ 1, 2 പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഞാൻ അറിഞ്ഞ. എടി നീ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ഈ വീടിനെ തലവത്തിന് വെക്കുമെന്നാണ് എന്റെ പേടി. ഏത് നേരത്താണോ എന്തോ അമ്മയെ നോയിക്കോളാന്ന് ഞാൻ പറഞ്ഞത്. ശ്രേയേ വന്ന് ഫുഡ് എടുത്തു പോയി. ദാ വരണമ്മ.